അസ്സാം വലൈക്കും വറഹമത്തുള്ള. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് വിശ്വാസം നഷ്ടപ്പെടൽ, അതുപോലെ തന്നെ അത്തരക്കാരായ ആളുകളോട് കൂടുതൽ സംസാരിച്ചുള്ള അനുഭവങ്ങളൊക്കെ ആയിരുന്നു ഷെയർ ചെയ്തിരുന്നത്. വാഫി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എനിവേ നമ്മൾ അടുത്തതായിട്ട് ചോദിക്കുന്നത്, പലപ്പോഴും മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് വളരെ വിരളമായിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ മൊത്തത്തിൽ സൊസൈറ്റി എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം സൊസൈറ്റിയിൽ നിന്നും ഇങ്ങനെ മതത്തിൽ നിന്നും വിട്ടുപോകുക എന്നുള്ളത് കമ്പാരിറ്റീവ്ലി വളരെ ലോ ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പോലും നമ്മൾ പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മുസ്ലിങ്ങൾക്ക് മദ്രസ സിസ്റ്റമുണ്ട്, വളരെ കൃത്യമായ റിലീജിയസ് എഡ്യൂക്കേഷൻ ഉണ്ട്, പിന്നെ വീട്ടിൽ പലപ്പോഴും അത്തരത്തിലുള്ള എൻവയോൺമെൻറ്റ് ഉണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ ശരിക്കും നമ്മൾ ഈ മതം പഠിപ്പിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നുള്ള ഒരു സംശയം പലപ്പോഴും വരാറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ മതം പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ അത്തരം കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യേണ്ടത്? ചെറുപ്പത്തിലെ കുട്ടികൾക്ക് നിർബന്ധമായിട്ട് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള മോറൽ എഡ്യൂക്കേഷൻ, ഇസ്ലാമിക് എഡ്യൂക്കേഷൻ കൊടുക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അള്ളാഹു ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ റഅയതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എല്ലാ ആളുകൾക്കും റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ആ റെസ്പോൺസിബിലിറ്റീസിനെ പറ്റി അള്ളാഹു ചോദ്യം ചെയ്യും. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പാരൻ്റൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കുട്ടിക്ക് നീ ദീൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇനി അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ രീതിശാസ്ത്രം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രോപ്പർ മെത്തഡോളജി ഉണ്ട് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളാണ്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്തിരുന്നതും പഠിപ്പിച്ചതും അതിൻ്റെ ഒരു റഹ്മത്തും, അത് ഭയങ്കര ലയ്യനായിട്ടുള്ള രീതിയിൽ, ഹയ്യനായിട്ടുള്ള രീതി, അതായത് ഭയങ്കര ലാളയനയോടുകൂടി ഭയങ്കര ഇഷ്ടത്തോടു കൂടിയിട്ടാണ് അവരെ പഠിപ്പിച്ചത്. അപ്പോൾ ദീൻ പഠിപ്പിക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ മെത്തഡോളജി ഉണ്ട്. വളരെ സങ്കടകരം എന്ന് പറയട്ടെ, കുറേ വീടുകളിൽ ഈ സംഭവം ഇല്ല. ദീൻ എന്ന് പറഞ്ഞാൽ എന്തോ ഹറാമും ഹലാലും മാത്രമുള്ളൊരു സിസ്റ്റം. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പറയില്ല, IPC സെക്ഷൻ ഇത്രയാണ്, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതാണ് പണിഷ്മെൻറ്റ്, ഇത് ചെയ്യണം, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതാണ് പണിഷ്മെൻറ്റ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പ്രതിഫലം ഉണ്ടാകും എന്ന് പറയുന്ന അവസ്ഥയിൽ എന്തോ ഒരു ട്രാൻസാക്ഷൻ സിസ്റ്റമാണ് എന്ന് വിചാരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. ഞാൻ തന്നെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അത് മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ളൊരു കുട്ടിയോട്, അതും ദീനിൽ നിന്ന് കുറച്ചൊക്കെ മാറിപ്പോയിട്ടുള്ളൊരു അവസ്ഥയാണ്, കൗൺസിലിങ്ങിൽ വന്നു. അതിനോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദീൻ? അങ്ങനെ ദീനെ പറ്റി കുറേ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചതാണ്, എന്താണ് ദീൻ നീ മനസ്സിലാക്കിയിട്ടുള്ളത്? അത് പറഞ്ഞു, ദീൻ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കാനുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്ന ഒരു സാധനമാണ്, അതാണ് ദീൻ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അതിനൊരു റോങ് അണ്ടർസ്റ്റാൻഡിങ്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദീൻ, പക്ഷേ അത് ഇറ്റ് ഈസ് നോട്ട് ദി എൻറ്റയറിറ്റി ഓഫ് ദീൻ, റൈറ്റ്? അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കുട്ടികൾക്ക് ദീൻ പഠിപ്പിക്കുന്ന രീതിശാസ്ത്രം ഒന്ന് വ്യക്തമായിട്ട് സുന്നത്തിൻ്റെ അടിസ്ഥാനപരമാക്കിയിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജികൾ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, വി നീഡ് ടു ഡു ഇറ്റ് ഇൻ എ സൈക്കോളജിക്കൽ മാനർ. കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കണം. അതിൽ ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സ്വഹാബത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുത്തുള്ളത്? സ്വഹാബിമാരെന്ന് പറയുന്നുണ്ട്, അവലൻ തഅല്ലംനൽ ഈമാൻ, ഞങ്ങൾ ആദ്യം പഠിച്ചത് ഈമാനാണ്, അഖീദയാണ് നമ്മൾ ആദ്യം പഠിച്ചത്, അള്ളാഹു ആരാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അപ്പോൾ അത് പഠിക്കുമ്പോൾ വി ഡെവലപ്പ് ദാറ്റ് ലവ് ടുവേർഡ്സ് അള്ളാഹ്, അള്ളാഹുവിലോട്ടുള്ള മഹബത്ത്. നമ്മൾ തൗഹീദ് മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവാണ് റബ്ബ്, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിനോടുള്ള മഹബത്തും ഇഷ്ടം ഭയങ്കര വരാനുണ്ട്. അത് നമ്മൾ ഇസ്ലാമിക ഫിഖ്ഹിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കുന്ന സംഭവമാണ്. മക്ക കാലഘട്ടമുണ്ട്, മദനി കാലഘട്ടമുണ്ട്. മക്ക കാലഘട്ടത്തിൽ അത്ര കൂടുതൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലായിരുന്നു. ഇറ്റ് വാസ് വെരി ഫോക്കസ്ഡ് ഓൺ തർബിയ, ആ ഒരു ഈമാൻ കൂട്ടുന്നതിലായിരുന്നു. പിന്നീട് മദനി കാലഘട്ടത്തിലാണ് ശരിക്കും കുറേ റൂൾസ് ആൻഡ് ഫിഖ്ഹിൽ നമ്മൾ പഠിക്കുന്നതാണത്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈമാൻ കുട്ടികളിൽ ആദ്യം എന്താണ് ഡെവലപ്പ് ചെയ്തെടുക്കുക? അള്ളാഹുവിനോടുള്ളൊരു മഹബത്ത്. ആരാണ് അള്ളാഹു എന്ന് പ്രോപ്പറായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരവസ്ഥയിൽ വന്നതിന് ശേഷം ഖാല റസൂലുള്ളാഹ്, അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹ് സെഡ് ആൽക്കഹോൾ കുടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഡോണ്ട് ഗോ ഫോർ പ്രീ മാരിറ്റൽ റിലേഷൻ, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യും. വൈ? ബിക്കോസ് ഇറ്റ് കംസ് ഫ്രം അള്ളാഹ്. എന്നെ മനസ്സിലാക്കുന്ന അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് വരുന്ന റൂളാണ്. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി ടോട്ട്. അല്ലാതെ കുട്ടികളെ വെറുതെ എന്താണ് ദീൻ എന്ന് പറയുന്നത് ഫുള്ള് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, ഇത് ചെയ്യുക, ഫുള്ള് ഹറാമാണ് ഹലാലാണ്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും ഒരുപാട്, ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ. ഇതിൽ പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഈ ദർസിൽ പഠിച്ച ആളുകൾ അല്ലെങ്കിൽ ഈവൻ കുറച്ച് മതപരമായിട്ടൊക്കെ കുറച്ച് പഠിച്ച ആളുകൾ
പോലും പലപ്പോഴും ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസിലേക്കൊക്കെ എത്തിപ്പോകും. അപ്പോൾ ശരിക്കും നമ്മൾ ഈ പഠിപ്പിക്കുന്നതിൻ്റെ ഈ ഹൈറാർക്കിയിൽ അല്ലെങ്കിൽ അതിൽ ഏതിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളിടത്ത് പ്രശ്നം സംഭവിക്കുന്നത് കൊണ്ടാണോ ഈവൻ മതപരമായി കുറച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ച ആളുകൾക്ക് പോലും അങ്ങനെയൊക്കെ തോന്നാൻ കാരണം ഇത് തന്നെയാണോ? അതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സിസ്റ്റമിക് റീസൺ ക്യാൻ ഡെഫിനറ്റ്ലി ബി ദർ. പക്ഷേ ഇതും വളരെ റെയറാണ്. നമ്മൾ ക്രിസ്ത്യൻ മിഷനറീസും അല്ല അവരുടെ സെമിനറീസും ഒക്കെ ആണെങ്കിലും ഹിന്ദു സെമിനറീസും ഒക്കെ ആണെങ്കിലും അതിൽ നിന്നൊക്കെ ആളുകൾ പോണ പോലെ ഇസ്ലാമിൽ പോകണില്ല. അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾക്ക് ശ്രമിക്കുന്നുണ്ട്. മദ്രസയിൽ നിന്ന് മാറി കുറേ ആളുകൾ പോകുന്നു, ഹജ്ജിന് പോകണവർക്ക് തോന്നുന്നു. അങ്ങനെ വളരെ കുറച്ച് 1-2 ആൾക്കാർ അവിടെ ഇവിടെ പോകുന്നു എന്നുള്ളതാണ്. അതിന് കുറേ റീസൺസ് ഉണ്ടാകാം. അതിൽ ഒരു റീസണായിട്ട് ഞാൻ കാണുന്നത് ദി മെത്തഡോളജി ഓഫ് ഇൻസ്ട്രക്ഷൻ. പ്രോപ്പറായിട്ട് ദീനി പഠിപ്പിക്കേണ്ട ഒരു രൂപമുണ്ട്. അതും ദീൻ എന്നുള്ളത് ശരിക്കും ഒരു അക്കാഡമിക് സാധനം പഠിക്കുന്ന പോലെ ഹിസ്റ്ററിയിൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഇൻ 1962 ദിസ് ഹാപ്പൻ എന്ത് അങ്ങനെ ദീൻ പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതിനൊരു സത്ത് നമുക്ക് ഇറ്റ് ഈസ് ലോസ്റ്റ്. സ്പിരിച്വാലിറ്റി, അതിൻ്റെ സ്പിരിച്വാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ റൂഹാനിയത്തുണ്ട്, അതിൻ്റെ റൂഹ് മനസ്സിലാക്കിക്കൊണ്ട് നമസ്കാരം പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കി അത് ഫീൽ ചെയ്തിട്ടൊക്കെ അങ്ങനെയുള്ളൊരു പഠനരീതിയാണ് ശരിക്കും ഭയങ്കര ഭംഗിയുള്ള പഠനരീതി. എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഞാൻ രണ്ടും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈജിപ്തിലുള്ള സമയത്ത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആസ് എന്താണ് ഷേഖ് വരുന്നു, ഇങ്ങനെ ഫിഖഹിലെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അഖീദ ഹദീസിലുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞിട്ട് പോകുന്നു. ഒരു ക്ലാസ് റൂം സിസ്റ്റം പോലെ ശരിക്കും ട്രഡീഷണൽ, അതാണ് മോഡേൺ, റൈറ്റ്. പക്ഷേ രണ്ടാമത് മദീനയിൽ വന്ന സമയത്ത് മദീനയിൽ ഞാനൊരു ഷേഖിൻ്റെ കീഴിലായിരുന്നു പഠനം. ആ ഷെയ്ഖ് ബിൻ ബാസിൻ്റെ ഡയറക്റ്റ് സ്റ്റുഡൻ്റാണ് അദ്ദേഹം. വളരെ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ശരിക്കും ദീൻ പ്രാക്ടീസ് ചെയ്ത് നമ്മളിങ്ങനെ കാണുകയാണ്. നമുക്ക് അദ്ദേഹം ദീൻ പ്രാക്ടീസ് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ബ്യൂട്ടി അതിൽ ഫീൽ ചെയ്യും. അദ്ദേഹത്തിന് അദബാണെങ്കിലും അഖ്ലാഖാണെങ്കിലും ആളുകളോട് പെരുമാറുന്ന രീതിയാണെങ്കിലും പുഞ്ചിരിക്കുന്നതാണെങ്കിലും ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേ വി സീ ഇസ്ലാം ലിവ്ഡ്. അപ്പോൾ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ വി നീഡ് ടു ടീച്ച് ദം ഇസ്ലാം ലിവ്ഡ്. അതുപോലെ തന്നെ ഈ സിസ്റ്റമിലൊക്കെ നമ്മൾ വെൻ വി ടീച്ച് ഇസ്ലാം അതൊരു ലിവിങ് ഇസ്ലാമായിട്ട് പഠിപ്പിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഇഷ്യൂ എന്നുള്ളത് കണ്ടംപററി ചാലഞ്ചുകൾ വേറെ തന്നെയാണ്. നമ്മൾ ട്രഡീഷണൽ ഇപ്പോൾ സിസ്റ്റങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഖ്തിലാഫാറ്റുകളുടെ വിഷയങ്ങളും അതുപോലെ തന്നെ ചർച്ചകളുള്ള വിഷയം, ഡിസഗ്രിമെൻ്റുള്ള വിഷയങ്ങളും ഇറ്റ് വാസ് കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ടു എ സ്പെസിഫിക് ടൈം ആൻഡ് പീരീഡ്. ആ ടൈം ആൻഡ് പീരീഡിലുള്ള കുറേ വിഷയങ്ങൾ എന്താണ് അതിലുള്ള ഇഖ്തിലാഫാത്തുകൾ വളരെ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. അത് പഠിക്കണം, നല്ല കാര്യം തന്നെയാണ് മാഷാ അല്ലാഹ്. പക്ഷേ ഫിഖ്ഹുൽ ഔലവിയുണ്ട്. ഫിഖ്ഹുൽ ഔലവിയ എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റൈസിങ്. ഫിഖഹിൻ്റെ ഭാഗമാണ് നമ്മുടെ സമകാലിക ലോകത്തുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം. ഏത്തിസം, ലിബറലിസം, ഫെമിനിസം, LGBTQ ആക്ടിവിസം, പോസ്റ്റ് മോഡേൺ ഫിലോസഫികളൊക്കെ വളരെ കോമണായിട്ട് ഈ കാലഘട്ടത്തിൻ്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇറ്റ് നീഡ്സ് ടു ബി ഇൻകൾക്കേറ്റഡ് ഇൻ ടു ദി എഡ്യൂക്കേഷൻ സിസ്റ്റംസ്. നമ്മൾ ദർസി പഠനമാണെങ്കിലും അഫ്ദലുൽ ഉലമ അറബി കോളേജ് പഠനമാണെങ്കിലും ഒക്കെ അത് ഒരു വിഷയമായിട്ട് പഠിക്കണം. അതിനെങ്ങനെ പ്രോപ്പറായിട്ട് എൻഗേജ് ചെയ്യണമെന്ന് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദേ ആർ പ്രിപ്പയർഡ് ഫോർ ദി വേൾഡ് ദേ ആർ കമ്മിങ് ടു. അല്ലെങ്കിൽ നമ്മൾ അവർ പഠിച്ചതൊക്കെ അൽഹംദുലില്ലാ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. പക്ഷെ അത് പഠിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഒരു നോവൽറ്റി ഫീൽ ചെയ്യും. ദിസ് ഈസ് ന്യൂ, ഐ ഹാവ് ഹേർഡ് അബൌട്ട് ദിസ് എന്ന് പറഞ്ഞ് ദേ ബിക്കം ക്യൂരിയസ് ആയിട്ട് അവരത് പഠിക്കാൻ ശ്രമിക്കുന്നു. അത് പഠിക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ, അതിൻ്റെ എപ്പിസ്റ്റമോളജി മനസ്സിലാക്കാതെ, അതിൻ്റെ ഓൺടോളജി മനസ്സിലാക്കാതെ വെറുതെ എന്താണ് ഒരു റീഡിങ്ങിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അതും ഭയങ്കര ലിബറൽ ബ്രെയിൻ വാഷിങ് അതിൻ്റെ അപ്പുറത്ത് നടക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താണ് ഇതാണ് എന്തോ ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നു. അങ്ങനെ കേസുകൾ കണ്ടിട്ടുണ്ട്. നാട്ടിൽ പഠിച്ചു കഴിഞ്ഞിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്ക് പോകുന്നു. അപ്പോൾ അതിനുശേഷം എന്താണ് അവർ പുതിയൊരു സാധനം ഇങ്ങനെ കാണാണ്. ഫൂക്കോ പറഞ്ഞു, ഫൂക്കോ സുബ്ഹാനല്ലാഹ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഇൻ്റലക്ച്വൽ ഡെപ്തും ഫൂക്കോയായിട്ട് കമ്പയർ ചെയ്ത് ഫൂക്കോ ഈസ് നോട്ട് ഈവൻ വർത്ത് ഹിസ് ഷൂസ് അങ്ങനത്തെ ഒരാളാണ്. സോ ഇത് ഭയങ്കര എന്തോ ഒരു സംഭവമാണ്. അതിങ്ങനെ പൊലിപ്പിച്ച് പറയുന്ന ഒരു എൻവയോൺമെൻറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ബന്ധം മാറ്റമാണ്. അല്ല, ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, ശരിയാണോന്ന് അറിയില്ല, പലപ്പോഴും ഈ ഒരു റിലീജിയസ് എഡ്യൂക്കേഷനിലൂടെ പോയിപ്പോൾ അറബി കോളേജ് കഴിഞ്ഞ അല്ലെങ്കിൽ ഹാഫിളായിട്ട് ഇറങ്ങുന്ന ആളുകളൊക്കെ അവർ ഈ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ, അവരുടെ ആ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതായത് പുറത്ത് ഭയങ്കര എന്തൊക്കെയോ സംഭവമാണ്, ഞാൻ പഠിച്ചത് എന്തോ ഒരു അറബി അല്ലെങ്കിൽ ഖുർആൻ, അങ്ങനെ ഒരു തോട്ട് ഉണ്ടാക്കുന്നിടത്ത് സൊസൈറ്റിക്കും അതുപോലെ തന്നെ അങ്ങനെ ഒരു തോട്ട് അതിന് കാരണം അത് വളരെ കൂടുതലാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടുള്ള കേസിൽ എനിക്ക് കിട്ടിയുള്ളൊരു കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ട്. അതായത് ഇവന് ഇത് കഴിഞ്ഞതിന് ശേഷം അവന് പഠിച്ചത് ഭയങ്കര ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്കും അവരുടെ ഫിലോസഫിയായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്തൊരു സംഭവമാണത്. അത്ര ഇറ്റ്സ് ഗോൾഡ് ബേസിക്കലി, അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് അവിടെ ആളുകൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള രീതി, ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ വിഷയത്തിൽ ഇവന് ഈ വന്ന കേസിന് സ്പെസിഫിക് ആയി ഈ ഒരു വിഷയമായിരുന്നു. ബാക്കി എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണം, ഞാൻ എന്താണ് എനിക്ക് അറബിയല്ലേ അറിയുള്ളൂ, അങ്ങനത്തെ ഒരു ചിന്ത.
അതേമാതിരി എന്താണ് എനിക്ക് പറയാനുള്ള ഖുർആൻ സുന്നത്തുമല്ലേ ഉള്ളൂ, അവർക്ക് പറയാനുള്ള ഫൂക്കോ പറഞ്ഞു, മറ്റേയാൾ പറഞ്ഞു, ഇന്നയാൾ പറഞ്ഞു, അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആണ്. പിന്നെ ഒരു ലിബറൽ ലോകത്താണ്. ലിബറൽ ലോകത്ത് പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ലിബറൽ ലോകത്തിൻ്റെ പാരഡൈം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ലിബറലിസം കാണുകയാണ്. അതുപോലെ മൈൻഡിന് നോവൽറ്റി എന്നുള്ളൊരു സംഭവമുണ്ട്. നോവലായിട്ടുള്ളൊരു കാര്യം കഴിഞ്ഞപ്പോൾ അക്കരപ്പച്ച എന്ന് നമ്മൾ പറയല്ലോ, ദി ഗ്രാസ് ഇസ് ഗ്രീൻ ഓൺ ദി അതർ സൈഡ് എന്നുള്ളൊരു തോന്നലേക്ക് വരുന്നു. പിന്നെ ഷഹവാത്തിൻ്റെ പുള്ളുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് അതൊരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഈ ലിബറൽസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സിൻസ് വി ആർ ലിവിങ് ഇൻ എ ലിബറൽ വേൾഡ് ദ വെരി വോക്കൽ. അവരുടെ കാര്യങ്ങളായിട്ട് ഭയങ്കര വോക്കലാണ്. അത് നിരന്തരം റെപ്പറ്റേറ്റീവായിട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിനെ അത് എഫക്റ്റ് ചെയ്യും. കോൺഷ്യസ് മൈൻഡ് എഫക്റ്റ് ചെയ്യും, സബ് കോൺഷ്യസ് മൈൻഡ് എഫക്റ്റ് ചെയ്യും. അതാണ് ഡിഫോൾട്ട് എന്ന രൂപത്തിലാണ് അവർ നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ പലപ്പോഴും ഇത് ദീന് പഠിച്ചവരുമായി ബന്ധപ്പെട്ട് അല്ലാതെ തന്നെ പലപ്പോഴും പല ആളുകളും ദീന് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഒരു സോഷ്യൽ മീഡിയയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഈ പ്രയോറിറ്റികളോ അല്ലെങ്കിൽ ഹൈറാർക്കി ഒന്നും ഇല്ലാതെ പഠിക്കുമ്പോൾ ദീന് പലയിടത്തും അവർ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ യൂട്യൂബ് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. എനിക്ക് വളരെ ആശ്ചര്യം തോന്നിയൊരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു മുസ്ലിമായൊരു വ്യക്തി എന്നോടൊരു വീഡിയോ അയച്ചു തന്നിട്ട് ചോദിക്കുകയാണ്, കണ്ടോ ഇതിൽ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് ഖുർആൻ എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പം ബൈബിളിൽ പറഞ്ഞ ദൈവം നമ്മളുടെ ദൈവം അത് എന്താണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ എന്താണ്, നമ്മൾ മുസ്ലിങ്ങളായിട്ട് വരുമ്പോൾ ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ആ കാര്യം പറയും, എല്ലാവരും ഒരേ പടച്ചോനിൽ നിന്നുള്ളതാണെന്ന് പറയും. ആ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഒരിക്കലും ഒരാളുടെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യം ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് വരികയാണ്. അപ്പോൾ അങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ദീനും പഠിക്കാൻ ശ്രമിക്കുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവരോട് എന്താണ് പൊതുവെ ദീനീ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഇറയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് അവസാനമായിട്ട് പറയാനുള്ളത്? ഇബ്നു സീരീൻ റഹിമഹുല്ല പറയുന്നുണ്ട്, ഈ ദീൻ എന്നുള്ളത് ഇൽമാണ്. ഫൻദറൂ മിമ്മൻ തഖൂദു ദീനക്കും, നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കണം എവിടെ നിന്നാണ് നിങ്ങൾ ദീൻ എടുക്കണം എന്നുള്ളത്. രണ്ടാമത് പറയാനുള്ളത്, അൺഗൈഡഡ് റീഡിങ് ലീഡ്സ് ടു മിസ്ഗൈഡൻസ്. അൺഗൈഡഡ് ആയിട്ട് ഇങ്ങനെ ഓരോ സാധനം പരതി വായിച്ചു പോകുന്നൊരു അവസ്ഥയാണെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ കം ടു ഫോൾസ് കൺക്ലൂഷൻസ്. അത് എൻ്റെ ജീവിതത്തിലും ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. ഇങ്ങനെ ഇരുന്ന് വായിക്കുന്ന പരന്നാക്കുന്ന ഒരു കോളേജ് കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു വൈബ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ ഫസ്റ്റ് വേവ് മുതൽ ഇങ്ങനെ വായിച്ചു തുടങ്ങി. ഞാൻ വായിച്ച എവിടെയൊക്കെയോ എത്തി കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി ചെയ്തത് ഐ വെൻറ്റ് ബാക്ക് ടു ദി സ്കോളേഴ്സ്. അവരോട് ചോദിച്ചു, ഐ ഗോട്ട് ക്ലിയർ ആൻസേഴ്സ്, ഇറ്റ് വാസ് പ്രോബ്ലം സോൾവ്ഡ്. അപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് മിസ്ഇൻഫർമേഷൻ. ഭയങ്കര മിസ്ഇൻഫർമേഷൻ്റെ ഒരു ഫാക്ടറിയാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എൽമെടുക്കുമ്പോൾ വി നീഡ് ടു ബി എക്സ്ട്രീംലി കെയർഫുൾ. ഇസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അതായത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അഹ്ല ദിക്റിനോട് ചോദിക്കുക, അതിനെപ്പറ്റി അറിയുന്ന ആളുകളോട് ചോദിക്കുക, പണ്ഡിതന്മാരോട് ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ ചോദ്യം ഇപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ, ഈ ബൈബിൾ കോപ്പി ചെയ്തതാണ് വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ അടിച്ചു വിടുന്നൊരു സാധനമാണ്. അതിൻ്റെ ഉത്തരം കൊടുക്കാൻ വളരെ സിമ്പിളുമാണ്. പക്ഷെ അത് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ആളുകൾ പണ്ഡിതന്മാരാണ്. അതിന് പ്രോപ്പറായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വി ഡോണ്ട് നീഡ് ടു റൺ അവേ ഫ്രം ദ ക്വസ്റ്റ്യൻസ്. പക്ഷേ അത് യു നീഡ് ടു ഗോ ടു ദ പ്രോപ്പർ സോഴ്സസ്. അപ്പോൾ ഇതേ ചോദ്യമുള്ള ആൾ നേരെ പോയിട്ട് എന്താണ് റെഡിറ്റിലൊക്കെ പോയി സെർച്ച് ചെയ്യുകയാണെങ്കിൽ, റെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹബ്ബാണ്. എക്സ് മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ ഈ ഏത്തിസ്റ്റുകൾക്ക് ഹബ്ബാണ്. ക്രിസ്ത്യൻ മിഷണറീസും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ യു ഗോൺ ഫോൾ ഇൻ ടു ബിഗർ ട്രാപ്സ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡോണ്ട് ട്രൈ ടു ടേക്ക് യുവർ റിലീജിയസ് നോളജ്, ടേക്ക് ഇറ്റ് ഫ്രം ദ റൈറ്റ് ഒത്തൻറ്റിക് സോഴ്സസ്. അത് പണ്ഡിതന്മാരുടെ അടുത്ത് പോവുക, അല്ലെങ്കിൽ ദി വെബ്സൈറ്റ്സ്, ചാനൽസ് that are supported by scholars. ഇപ്പോൾ UA പോലെ there are people who have studied these subjects, feminism, LGBTQ activism related ആയിട്ട് അവർ പറയാണ് this is something that is natural, this is something that is normal. മോറൽ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഗേജിന് ആർഗ്യുമെൻ്റ് മുന്നോട്ട് വരുമ്പോൾ we have studied it. പ്രോപ്പറായിട്ട് സയൻറ്റിഫിക് റെഫറൻസ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് we can object towards it. അപ്പോൾ അങ്ങനെയുള്ള ചാനലുകൾ മാക്സിമം ഫോളോ ചെയ്യുക, മാക്സിമം അതിൻ്റെ കണ്ടന്റ് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. സോ ബി വെരി കെയർഫുൾ who you take your knowledge from. അതെ, തീർച്ചയായും ഇത് വെറും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഏതൊരു വിഷയം നമ്മൾ പഠിക്കുമ്പോഴും അതിൻ്റെ റൈറ്റ് സോഴ്സിൽ നിന്നായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മൾ പൊതുവേ ഞാൻ പറയാറുണ്ട്, ഒരു LKG നമ്മൾ പോയിട്ട് ട്രിഗ്നോമെട്രി പഠിപ്പിക്കൂല. അപ്പോൾ ദീന് എന്ന് പറയുന്നത് അതിന് LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡും എല്ലാം ഉണ്ട്. അതൊക്കെ മനസ്സിലായാലാണ് 10th പഠിക്കാനുള്ള ട്രിഗ്നോമെട്രി നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു വഴിയിൽ ആ ഒരു പിന്നെ സോഴ്സിൽ നിന്ന് തന്നെ നമ്മൾ ദീന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണ് പിന്നെ പ്രത്യേകിച്ചും ഈ ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇൻഷാ അല്ലാഹ് വളരെ രസകരമായ കുറേ അനുഭവങ്ങളും ഇൻസൈറ്റ്സും തന്നിട്ടുള്ള വാഫി, അദ്ദേഹത്തിന് നന്ദി പറയാണ്. അപ്പോൾ ഇനിവേ ഇൻഷാ അല്ലാഹ് കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.